Hello dear students, welcome back to ISKC English. Okay dear students, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ യൂസ് ചെയ്തത് OT2 എന്ന മോഡൽ ഓക്സിലറിയുടെ യൂസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നും നമ്മൾ മോഡൽ ഓക്സിലറിയുടെ യൂസ് തന്നെയാണ് ഇന്നും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡയർ എന്നുള്ളതും അതുപോലെ തന്നെ മസ്റ്റ് എന്നുള്ളതും നീഡ് എന്നുള്ളതും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 3 ഓക്സിലറീസ്, അപ്പൊ ഏതൊക്കെയാണ് 3 ഓക്സിലറീസ്? ഡയർ, അതുപോലെ തന്നെ മസ്റ്റ്, അതുപോലെ നീഡ്. ഡയർ, മസ്റ്റ്, നീഡ്, ഈ 3 ഓക്സിലറീസ് ഡിസ്കസ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഓക്സിലറി എന്നുള്ള പോർഷൻ കംപ്ലീറ്റ് ആവും. അപ്പൊ നമുക്ക് ഫസ്റ്റ് യൂസ് നോക്കാം. ഡയർ എന്നുള്ളതിന്റെ ഫസ്റ്റ് യൂസ്. അതിന് മുൻപ്, അതായത് ഡയർ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? എന്തിനാണ് ഡയർ ഉപയോഗിക്കുന്നത്? ഡയർ ചലഞ്ച് അല്ലെങ്കിൽ ഡിഫൈൻ. ചലഞ്ച് ചെയ്യാം, ഡിഫൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ധൈര്യപ്പെടുക, വെല്ലുവിളിക്കുക, ഇതൊക്കെയാണ് എന്ത് ഈ ഒരു വേർഡിന്റെ അർത്ഥം. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഇതിന്റെ നമ്മളെ ഫസ്റ്റ് യൂസ്, നമ്മളെ ആദ്യത്തെ ഉപയോഗം എന്താന്നുള്ളത് നോക്കാം. കേട്ടോളൂ. ഒന്നാമത്തേത് വരുന്നത് ആസ് എ പ്രിൻസിപ്പൽ വെർബ്. അതായത് ഡയർ എന്നുള്ളത് ഒരു പ്രിൻസിപ്പൽ വെർബായിട്ട് ഉപയോഗിക്കുന്നു. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് ഓക്സിലറി വെർബ് എന്നാ പറഞ്ഞത്, ഓക്സിലറി വെർബ് എന്ന നിലയ്ക്ക്. അപ്പൊ പ്രിൻസിപ്പൽ വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രധാനപ്പെട്ട വെർബ്, മെയിൻ വെർബായിട്ട്, അതാണ് പ്രിൻസിപ്പൽ വെർബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മെയിൻ വെർബായിട്ട് ഉപയോഗിക്കുന്നു. എക്സാമ്പിള്, ഹി ഡയേർഡ് ടു കോൾ ദ ലീഡർ എ കവേർഡ്. ഹി ഡയേർഡ് ടു കോൾ, അയാള് വിളിക്കാൻ ധൈര്യപ്പെട്ടു. ഡയേർഡ് ടു കോൾ ദ ലീഡർ എ കവേർഡ്, നേതാവിനെ ഭീരു എന്ന് വിളിക്കാൻ ധൈര്യപ്പെട്ടു. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ, ഹി ഡയേഴ്സ്, വെർബാട്ടോ. അതുകൊണ്ടാണ് അവിടെ സാധാരണ ഓക്സിലറി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ്ട, എസ് ആഡ് ചെയ്യണ്ട സിംഗുലറിന്. കാരണം നമുക്ക് പ്ലൂറലിന്റെയും അതുപോലെ തന്നെ സിംഗുലറിന്റെയും കൂടി കോമൺ ആയിട്ട് ഉപയോഗിക്കാം. പക്ഷെ ഇത് പ്രിൻസിപ്പൽ വെർബ്, മെയിൻ വെർബായിട്ടാണ് ഉപയോഗിച്ചത് കേട്ടോ. ഹി ഡയേഴ്സ് V1, he dares you to solve this puzzle. ഈ പസിൽ സോൾവ് ചെയ്യാൻ നിന്നെ വെല്ലുവിളിക്കാൻ അയാള് ധൈര്യപ്പെടുന്നു. He dares you, അയാള് നിന്നോട് പറയാൻ, നിന്നെ വെല്ലുവിളിക്കാൻ ധൈര്യപ്പെടുന്നു. എന്തിന്? To solve this puzzle. അപ്പൊ മനസ്സിലാക്കേണ്ടത് ഇത് പ്രിൻസിപ്പൽ വെർബാണ്. അതുകൊണ്ടാണ് എസ് ഫോം വന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എസ് ഫോം ഉപയോഗിക്കേണ്ട കാര്യമല്ല. ഇത് നോക്കൂ, ആസ് ആൻ ഓക്സിലറി വെർബ് ഡയർ ഈസ് യൂസ്ഡ് വിത്ത് നോട്ട് ഓർ ഇൻട്രോഗേറ്റീവ് സെന്റൻസസ്. അതായത് ഓക്സിലറി വെർബായിട്ട് ഡയർ ഉപയോഗിക്കുമ്പോൾ നോട്ടിന്റെ കൂടെ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻട്രോഗേറ്റീവ് സെന്റൻസുകൾ. നോട്ടിന്റെ കൂടെ ഉപയോഗിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയർ നോട്ട് നെഗറ്റീവ് ആയിട്ട് കേട്ടോ. ഡയർ നോട്ട്, അതായത് ഡു നോട്ട് പറയുന്ന പോലെ ഡയർ നോട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻട്രോഗേറ്റീവ് സെന്റൻസ്. എന്താ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാല്? ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയാട്ടോ. അപ്പൊ എക്സാമ്പിൾ ഒന്നാമത്തെ, ഹി ഡയർ നോട്ട് അഗ്രി വിത്ത് ഹിസ് ഫാദർ. ഹി ഡയർ നോട്ട് അഗ്രി വിത്ത് ഹിസ് ഫാദർ, അയാളുടെ he dare not argue, agree അല്ല കേട്ടോ. he dare not argue with his father, അയാളുടെ അച്ഛനോട് വാദിക്കാൻ ധൈര്യപ്പെടുന്നില്ല. he dare not argue, അയാള് ആർഗ്യൂ ചെയ്യുന്നില്ല. dare not argue with his father, ഫാദറിനോട് ആർഗ്യൂ ചെയ്യാൻ ധൈര്യപ്പെടുന്നില്ല. അടുത്തത്, how dare she blame us, നമ്മളെ കുറ്റപ്പെടുത്താൻ അവൾ എങ്ങനെ ധൈര്യപ്പെട്ടു, അല്ലെ? ഹൗ ഷീ ഡയർ ബ്ലെയിം അസ്. ഇനി അടുത്തത് മസ്റ്റ് എന്നുള്ളത്. നമ്മൾ ഒരുപാട് കേട്ട ഒരു ഓക്സിലറിയാണ് ഇത് മസ്റ്റ് എന്നുള്ളത്. നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ മസ്റ്റ്. അതായത് ഇനി നമുക്ക് ഇതിന്റെ യൂസസ് നോക്കാം. 4 ഉപയോഗമാണ് പറയുന്നത്. സാധാരണ നമ്മളറിയാം, നമ്മള് നിർബന്ധമായും ചെയ്യേണ്ടത് അല്ലെ, നിർബന്ധമായും. അപ്പൊ നോക്കൂ, ഒന്നാമത്തേത് ടു എക്സ്പ്രസ് സ്ട്രോങ് ഒബ്ലിഗേഷൻ ഓർ ഡ്യൂട്ടി. നമ്മൾ ഇതിന്റെ മുൻപും എന്ത് ചെയ്തിട്ടുണ്ട്? ഒബ്ലിഗേഷനും ഡ്യൂട്ടിയും പറഞ്ഞിട്ടുണ്ട്. ഏത് ഉപയോഗിച്ചിട്ട്?
ought to അല്ലേ? അപ്പൊ അത് പറയുമ്പോൾ പറഞ്ഞിരുന്നു ought to എന്നുള്ളതിനേക്കാൾ സ്ട്രോങ് ആണ് എന്ത് must എന്ന് പറഞ്ഞിരുന്നു. അതന്നെ ഇവിടെയും പറയുന്നത് to express a strong obligation or duty. സ്ട്രോങ് ഒബ്ലിഗേഷൻ, ശക്തമായിട്ടുള്ള ഒബ്ലിഗേഷൻ പറയുന്നതിന് വേണ്ടി a strong obligation or duty. അതിന് നമുക്ക് എന്തില്ല, ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. എക്സാമ്പിള്, he must take care of his family. അവൻ നിർബന്ധമായിട്ടും അവന്റെ കുടുംബത്തിന്റെ കാര്യം നോക്കണം, അല്ലെങ്കിൽ കുടുംബത്തെ സംരക്ഷിക്കണം. ടേക്ക് കെയർ, he must take care. അങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. he must take care. അതുപോലെ തന്നെ you must help the aged. ഏജ്ഡ് ആയവരെ നിർബന്ധമായും സഹായിക്കണം. യു മസ്റ്റ് ഏജ്ഡ്. ഇപ്പൊ ഇവിടെ ഏജ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാട്ടിലുള്ള ഫുൾ ഏജ്ഡ് അല്ല ആണോ? അല്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ എന്തായിരിക്കാം, നമുക്ക് ബാധ്യതയായിട്ടുള്ള ഏജ്ഡ്, നമ്മുടെ പാരൻസ്. രണ്ടാമത്തേത് ടു എക്സ്പ്രസ് നെസസിറ്റി, അത്യാവശ്യങ്ങൾ. നെസസിറ്റി, അത്യാവശ്യങ്ങൾ. എക്സാമ്പിള്, ഹി മസ്റ്റ് ഫൈൻഡ് എ ജോബ് അറ്റ് ദ ഏർലിയസ്റ്റ്. എത്രയും പെട്ടെന്ന് അവനൊരു ജോലി കണ്ടെത്തണം, അത്യാവശ്യം. അതുപോലെ തന്നെ യു മസ്റ്റ് വാക്ക് ഫാസ്റ്റ് ടു ക്യാച്ച് ദ ബസ്. ബസ് പിടിക്കുന്നതിന് അല്ലെങ്കിൽ ബസ് ലഭിക്കുന്നതിന് വേഗത്തിൽ നടക്കണം. യു മസ്റ്റ് വാക്ക് ഫാസ്റ്റ് ടു ക്യാച്ച് ദ ബസ്. അല്ലെങ്കിൽ ബസ് എന്താവും, കിട്ടൂല, നീ ലേറ്റ് ആവും, ബസ് പോവും. മൂന്നാമത്തേത് ടു എക്സ്പ്രസ് പ്രോബബിലിറ്റി ഓർ ലൈക്ലിഹുഡ്, സാധ്യത പറയുന്നതിന് വേണ്ടി. സാധ്യത, ഹി മസ്റ്റ് ബി എ ഫൂൾ ടു ഡു ദാറ്റ്. അങ്ങനെ ചെയ്യണമെങ്കിൽ അയാളൊരു വിഡ്ഢിയായിരിക്കും, തീർച്ചയായിട്ടും അയാളൊരു വിഡ്ഢിയായിരിക്കും. സാധ്യത. ദാറ്റ് മസ്റ്റ് ബി ദിസ് കാർ, അതും ഒരു സാധ്യത, അത് ഇവന്റെ കാർ ആയിരിക്കും. ദാറ്റ് മസ്റ്റ് ബി ഹിസ് കാർ, ദാറ്റ് മസ്റ്റ് ബി, അത് തീർച്ചയായിട്ടും ആയിരിക്കും. സാധ്യത, ഹിസ് കാർ. അടുത്തത് ടു എക്സ്പ്രസ് സ്ട്രോങ് ഡിറ്റർമിനേഷൻ. അതായത് ശരിക്ക് സ്ട്രോങ് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, സ്ട്രോങ് ഡിസിഷൻ ആണ്. ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ഡിസിഷൻ, ഉറച്ച തീരുമാനം. ഡിറ്റർമിനേഷൻ എന്ന വാക്കിന് തന്നെ എന്തുണ്ട്, ഉറച്ച എന്നർത്ഥമുണ്ട്. അതിന്റെ കൂടെ പിന്നെയും ചേർത്തു എന്ത്, സ്ട്രോങ്. നോക്കൂ, എക്സാമ്പിള്, ഹി മസ്റ്റ് ക്വാളിഫൈ ഫോർ ദിസ് ടെസ്റ്റ്. ഈ ടെസ്റ്റിന് നിർബന്ധമായും അവൻ ക്വാളിഫൈ ആവണം, അല്ലെങ്കിൽ ആയിരിക്കണം. ഐ മസ്റ്റ് ഗോ ടു മുംബൈ നോ മാറ്റർ ഹൗ കോൾഡ് ദ പ്ലേസ് ഈസ്. അതായത് നിർബന്ധമായും ഞാൻ മുംബൈയിലേക്ക് പോയിരിക്കണം, ആ സ്ഥലം എന്തുമാത്രം തണുപ്പുള്ളതാണെന്ന് അതൊരു വിഷയമല്ല. യു മസ്റ്റ്, സോറി, ഐ മസ്റ്റ് ഗോ ടു മുംബൈ. ഐ മസ്റ്റ് ഗോ ടു, നിർബന്ധമായിട്ടും, അതായത് സ്ട്രോങ് ഡിറ്റർമിനേഷൻ ആണ്, യാതൊരു എക്സ്ക്യൂസും ഇല്ല. ഐ മസ്റ്റ് ഗോ ടു മുംബൈ നോ മാറ്റർ ഹൗ കോൾഡ് ദ പ്ലേസ് ഈസ്. ഇനി ലാസ്റ്റത്തേതാണ് നീഡ്. അപ്പൊ നീഡോട് കൂടി നമ്മളുടെ മോഡൽ ഓക്സിലറി കഴിയും. അപ്പൊ എന്താ നീഡ് പറയുന്നത്? ഒന്ന്, പ്രിൻസിപ്പൽ വെർബ്. എന്താണ് അർത്ഥം വരുന്നത്? റിക്വയർ എന്നാണ് അർത്ഥം വരിക. പ്രിൻസിപ്പൽ വെർബ് റിക്വയർ. എന്താ റിക്വയറിന്റെ അർത്ഥം? ആവശ്യമുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഡയറും നീഡും എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിലറി വെർബായിട്ടും ഉപയോഗിക്കുന്നുണ്ട്, പ്രിൻസിപ്പൽ വെർബായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ ഡയറിന്റെ കാര്യം പറഞ്ഞു, അർത്ഥം വരുന്നത് ഡിഫൈ, ചലഞ്ച്, അല്ലെ? എന്നാൽ നീഡിന്റെ കാര്യത്തിൽ അർത്ഥം വരുന്നത് പ്രിൻസിപ്പൽ വെർബാവും എന്താ? ആവശ്യമുണ്ട്, റിക്വയർ. ഒന്നാമത്തെ എക്സാമ്പിള്, ഹി നീഡ്സ് സം ഫുഡ്. അവന് അല്പം, കുറച്ച് ഭക്ഷണം ആവശ്യമുണ്ട്. യു നീഡ് സം റെസ്റ്റ്. നിനക്ക് അല്പം റെസ്റ്റ് ആവശ്യമുണ്ട്. ഇവിടെ ഒന്നാമത്തെ സെന്റൻസ് സിംഗുലർ ആണ്, സോ ഹി നീഡ്സ്, എസ് ആഡ് ചെയ്തു. രണ്ടാമത്തേത് യു എന്നുള്ള സബ്ജക്റ്റ് പ്ലൂറൽ ആണ്, അതുകൊണ്ട് എസ് എന്ത് ചെയ്തു? റിമൂവ് ചെയ്തു. യു നീഡ് സം ഫുഡ്, റെസ്റ്റ്. ഇനി ഓക്സിലറി വെർബ്. ഓക്സിലറി വെർബ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യൂസ്ഡ് വിത്ത് നോട്ട്. ഫസ്റ്റ് എക്സാമ്പിൾ, ഹി നീഡ് നോട്ട് വർക്ക് ഇൻ ദാറ്റ് ഫാക്ടറി. അവൻ ആ വർക്ക് ഫാക്ടറിയിൽ ജോലി ചെയ്യേണ്ടതില്ല, അവൻ അതിന്റെ ആവശ്യമില്ല കേട്ടോ. ഹി നീഡ് നോട്ട് ആണ് പറഞ്ഞത്, ഹി നീഡ്സ് അല്ല. കാരണം ഇവിടെ ഓക്സിലറി വെർബാണ്.
ഇവിടുത്തെ മെയിൻ വെർബ് വർക്ക് എന്നുള്ളതാണ്. ഈ സെന്റൻസിൽ വർക്ക് എന്നുള്ളതാണ് പ്രിൻസിപ്പൽ വെർബ്. നമ്മൾ നേരത്തെ പറഞ്ഞെടുത്ത് ഹി നീഡ്സ് എന്ന് പറഞ്ഞെടുത്ത് ദർ ഈസ് നോ ഓക്സിലറി വെർബ്. നീഡ് ഈസ് യൂസ്ഡ് ആസ് ഓക്സിലറി വെർബ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നീഡ് ഓക്സിലറി വെർബ്, വർക്ക് എന്നുള്ളത് പ്രിൻസിപ്പൽ വെർബ്, മെയിൻ വെർബ്. അടുത്ത എക്സാമ്പിളും അതുപോലെ തന്നെ ഹി നീഡ് നോട്ട് ബൈ സച്ച് എ കോസ്റ്റ്ലി കാർ. അത്തരം ഒരു വില പിടിച്ച കാർ വാങ്ങേണ്ട ആവശ്യം അവനില്ല കേട്ടോ. ഇനി അടുത്തത് നീഡ് നോട്ട് എന്നുള്ളത് ഹാർഡ്ലിയുടെ കൂടെ ഉപയോഗിക്കും. ഹാർഡ്ലി കേട്ടോ, ഇതിന്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്. ഹാർഡ്ലി. എന്താ ഹാർഡ്ലിയുടെ പ്രത്യേകത? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഹാർഡ്ലി കേട്ടിട്ടുണ്ടോ? ഹാർഡ്ലി, ലിറ്റിൽ, ഫ്യൂ, സ്കെയേഴ്സിലൊക്കെ ഹാർഡ്ലി എന്താ കേട്ടിട്ടുണ്ടോ? ഹാർഡ്ലി സെമി നെഗറ്റീവാ. അതായത് ഒരു നോട്ട് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താ അർത്ഥം പറയാ, അതേപോലെ നെഗറ്റീവ് ആയിട്ട് എന്ത് ചെയ്യണം, മീനിങ് പറയണം കേട്ടോ. അപ്പൊ നോക്കൂ, ഹി നീഡ്സ് ഹാർഡ്ലി ഏൺ ദ മണി. അവന് പണം സമ്പാദിക്കേണ്ട ആവശ്യമില്ല. ഹി നീഡ്സ് ഹാർഡ്ലി ഏൺ ചെയ്യേണ്ടതില്ല കേട്ടോ, സമ്പാദിക്കേണ്ടതില്ല. ഐ നീഡ് ഹാർഡ്ലി ലിസൺ ദ അഡ്വൈസ്. ഉപദേശം കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല. ഐ നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് എന്നാണ്. ഐ നീഡ് ലിസൺ, ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഐ നീഡ് ഹാർഡ്ലി ലിസൺ ഏതുപോലെ ഐ നീഡ് നോട്ട് ലിസൺ, അതേപോലെയാണ് ഐ നീഡ് ഹാർഡ്ലി ലിസൺ ദ അഡ്വൈസ്. പിന്നെ ഓൺലി എന്നുള്ളതിന്റെ കൂടെ ഇത് ഉപയോഗിക്കും, നീഡ്. നമ്മളിവിടെ പറയുന്നത് നീഡിന്റെ ഉപയോഗമാണ്, ഓൺലി. എക്സാമ്പിൾ എന്താണ് വരുന്നത്? ഹി നീഡ്സ് ഓൺലി സേ അബൌട്ട് വാട്ട് ഹി ഡിഡ് യെസ്റ്റർഡേ. അവൻ ഇന്നലെ എന്ത് ചെയ്തു അത് മാത്രം പറയേണ്ട ആവശ്യമേ അവനുള്ളൂ. ഹി നീഡ്സ് ഓൺലി സേ, അല്ലെ, അവൻ ഇത് മാത്രമേ പറയേണ്ടതുള്ളൂ. ഏതു മാത്രം? വാട്ട് അബൌട്ട് വാട്ട് ഹി ഡിഡ് യെസ്റ്റർഡേ. അതുപോലെ തന്നെ അടുത്തത് യു നീഡ് ഓൺലി ഗിവ് ക്രിയേറ്റീവ് ഐഡിയാസ്. നിങ്ങൾ ക്രിയേറ്റീവ് ഐഡിയാസ് നൽകുക മാത്രമാണ് ചെയ്യേണ്ടത്. അത് മാത്രമേ നിങ്ങൾക്ക് ചെയ്യേണ്ടതുള്ളൂ. യു നീഡ് ഓൺലി ഗിവ്, അതായത് എന്ത്? ക്രിയേറ്റീവ് ഐഡിയാസ്. അതായത് ക്രിയേറ്റീവ് ഐഡിയാസ് മാത്രം നിങ്ങൾ നൽകേണ്ടതുള്ളൂ. അതിന്റെ ആവശ്യം മാത്രമുള്ളൂ. ഇത് നോക്കൂ, വൈൽ റെഫറിങ് ടു പാസ്റ്റ് ടൈം. നമ്മൾ ought to പറയുമ്പോൾ ഇതുപോലെ പാസ്റ്റ് ടൈം റെഫർ ചെയ്യാന്ന് പറഞ്ഞിരുന്നു. അതായത് കഴിഞ്ഞു പോയ സമയം പരാമർശിക്കുമ്പോൾ നീഡ് ഷുഡ് ബി ഫോളോവ്ഡ് ബൈ ദി പെർഫെക്റ്റ് ഇൻഫിനിറ്റീവ്. നീഡിന് ശേഷം ഉപയോഗിക്കേണ്ടത് പാസ്റ്റ് ടൈമിനെ റെഫർ ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ഇൻഫിനിറ്റീവാണ്. ഞാൻ നേരത്തെ പോലെ ചോദിക്കുകയാണ്, നമ്മൾ ഇന്നലെയും പറഞ്ഞിട്ടുണ്ട് ought to പറയുമ്പോൾ പെർഫെക്റ്റ് ഇൻഫിനിറ്റീവ്. ഏതാ ഈ പെർഫെക്റ്റ് ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ? ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കൂ. കിട്ടിയോ? യെസ്. അപ്പൊ ഏതാ? പാസ്റ്റ് V3 അല്ലെ? V3 പറഞ്ഞ ഏതാ? അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, തേർഡ് ഫോം ഓഫ് ദി വെർബ്. ദാറ്റ് ഈസ്, അതിനാണ് നമ്മൾ പെർഫെക്റ്റ് ഇൻഫിനിറ്റീവ് എന്ന് പറയാം. V3ക്ക് V1 V2 V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ കേട്ടോ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. എക്സാമ്പിൾ നോക്കൂ, ഹി നീഡ് നോട്ട് ഹാവ് ആക്ടഡ് ഇൻ ദാറ്റ് ഫിലിം. ആ സിനിമയിൽ അഭിനയിക്കേണ്ട ആവശ്യം അവനില്ല. ഹി നീഡ് നോട്ട് ഹാവ് ആക്ടഡ്, അവൻ ആക്ട് ചെയ്യേണ്ടതില്ല, അതിന്റെ ആവശ്യമല്ല. ഇൻ ദാറ്റ് ഫിലിം ആക്ടഡ്, ഇവിടെ ആക്ടഡ് ആണ് ഏത്? പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ. യു നീഡ് നോട്ട് ഹാവ് പെയ്ഡ് ഓൾ ദ മണി ദെൻ. അതായത് മുഴുവൻ പണവും അപ്പൊ തന്നെ കൊടുക്കേണ്ട ആവശ്യം. ഇപ്പൊ എന്താണെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? അഡ്വാൻസ് കൊടുത്താൽ മതി. അതാണ് പറയുന്നത്. മുഴുവൻ പണവും അല്ലെ, എന്തിന്റെ ആവശ്യമില്ല? യു നീഡ് നോട്ട് ഹാവ് പെയ്ഡ്, അടയ്ക്കേണ്ട ആവശ്യമല്ല. പെയ്ഡ്, യു നീഡ് നോട്ട് ഹാവ് പെയ്ഡ് ഓൾ ദ മണി ദെൻ. മുഴുവൻ പണവും അപ്പൊ തന്നെ അടയ്ക്കേണ്ട, അല്ലെങ്കിൽ ഒന്നിച്ച് തന്നെ അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇതോടുകൂടി നമ്മളുടെ ഓക്സിലറി വേർബ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ റെഗുലർ ആൻഡ് ഇറഗുലർ വേർബ്സ്, അതായത് പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, എക്സാമിന് ചോദിക്കാറുണ്ട്
കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിന് അതാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മുടെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. പതിവ് പോലെ എല്ലാ ആളുകളും വീഡിയോ അവസാനം വരെ കണ്ടതിന് ശേഷം ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഡൗട്ട്സ് ഉള്ള ആളുകൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.